നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂട്. ഇന്നത്തെ വീഡിയോ അതായത് 16/5/2026 ശനിയാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവിലയാണെങ്കിൽ ഒരു ഗ്രാമിൻ്റെ മുകളിൽ 90 രൂപ, ഒരു പവന് മുകളിൽ 720 രൂപയാണ് കുറഞ്ഞത്. 22 ക്യാരറ്റ് രൂപ 14,385, ഒരു പവൻ 1,15,080 അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,693, ഒരു പവൻ 1,25,544. അതുപോലെ 18 ക്യാരറ്റ് രൂപ 14,770, ഒരു പവൻ 94,160. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതുപോലെ റബ്ബർ വില നോക്കുമ്പോൾ, റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 262, RSS 5 258, ISN 20 211, ലാറ്റക്സ് 60% 162 75. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 262, RSS 5 258. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 157, 60% DRC ഒട്ടുപാൽ കിലോ 117.75. ഇനി അകർത്തല വില നോക്കുമ്പോൾ RSS 4 250, RSS 5 247. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ പ്രതീക്ഷയുടെ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ് മഴ തണുത്തതിന് ശേഷം ശരിയായ രീതിയിൽ ടാപ്പിംഗ് തുടങ്ങുവാൻ. മുഖ്യമന്ത്രിയായതിൽ VD സതീശന് വളരെ സന്തോഷം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ വീട്ടിലെത്തി കണ്ട് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. KC വേണുഗോപാലുമായി തർക്കങ്ങളില്ലെന്നും ആരെയും ഒഴിവാക്കില്ലെന്നും VD സതീശൻ പറഞ്ഞു. പാർട്ടി എന്ന വികാരമാണ് കോൺഗ്രസ്സുകാരെ മുന്നോട്ട് നയിക്കുന്നതെന്നും KC വേണുഗോപാലുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. ടീം UDF ആണ്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരെ പിന്തള്ളിയാണ് VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത്. ഞങ്ങളുടെ ശരീരത്തിൽ തൊട്ടാൽ കോൺഗ്രസിൻ്റെ രക്തമാണ് വരിക. ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങൾ. KC വേണുഗോപാൽ. പാർട്ടി എന്ന വികാരമാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തങ്ങളെല്ലാം പാർട്ടിയിൽ തന്നെ അതിശക്തമായി തുടരുന്നതാണ്. ബാല്യകാലം മുതൽ ഒരുമിച്ച് യാത്ര ചെയ്യുകയും കൂടെ നടക്കുകയും ചെയ്തവരാണ് ഞങ്ങൾ. KC വേണുഗോപാൽ പ്രതികരിച്ചു. എന്തായാലും VD സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. അൻവർ സാദത്തിനെ കൂടി മന്ത്രിയാക്കണമെന്ന നിലപാടിലാണ് രമേശ് ചെന്നിത്തലയും. അൻവർ സാദത്തിനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ താൻ മന്ത്രിസഭയ്ക്കില്ലെന്ന് ആവർത്തിക്കുകയാണ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി പദം നഷ്ടമായെങ്കിലും പുതിയ മന്ത്രിസഭയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് KC വേണുഗോപാൽ. തനിക്കൊപ്പമുള്ള 8 പേരെയാണ് KC വേണുഗോപാൽ മന്ത്രിസഭയിലേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. VD പക്ഷം കടുത്ത അതൃപ്തിയിലുമാണ്. സണ്ണി ജോസഫ്, PC വിഷ്ണുനാഥ്, T സിദ്ദീഖ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ എന്നിവർക്കൊപ്പം N ശക്തൻ, OJ ജനീഷ് എന്നിവരുടെ പേരുകളും KC പക്ഷം മുന്നോട്ട് വച്ചിട്ടുണ്ട്. K മുരളീധരൻ, ചാണ്ടി ഉമ്മൻ എന്നിവർ അടക്കം 4 പേരെ VD സതീശന് മന്ത്രിസഭയിലേക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൽ K മുരളീധരനെ മന്ത്രിസ്ഥാനത്തേക്ക് ഉറപ്പായും പരിഗണിക്കും. ഇന്ന് വൈകിട്ടോടെ കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകാനാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പരിശ്രമം. എന്തായാലും കാത്തിരുന്ന് കാണാം ആരൊക്കെ മന്ത്രിയാവുമെന്നുള്ളത്. പ്രയോജനപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്നു.